കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ റോഡിൽ വണ്ടിയുമായി ഇറങ്ങുന്നവരെ പോക്കറ്റ് അടിക്കലല്ലാതെ മറ്റു വഴികളൊന്നുമില്ലേ? അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? മുതലാളിത്തത്തിന്റെ ബർമൂഡ തന്നെയല്ലേ പിണറായി സർക്കാർ ഇപ്പോൾ യൂസർ ഫീ എന്ന് പേര് മാറ്റി നടപ്പാക്കാൻ പദ്ധതിയിടുന്ന ഇടതുപക്ഷ വള്ളിനിക്കർ? പിണറായി സർക്കാരിന്റെ അടുപ്പിൽ വേവുന്ന പുതിയ പരിഷ്കാരങ്ങൾ ജനങ്ങളുടെ ജീവിതഭാരം കൂട്ടുമോ? LDF വന്നപ്പോൾ എല്ലാം ശരിയാകുകയാണോ, അതോ LDF വന്നപ്പോൾ എല്ലാം പിരിവാകുകയാണോ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശ്രീ K. അരുൺകുമാർ, ദേശീയ പാതകളിലെ ചുങ്കപ്പിരിവ് തന്നെ ഒരു തിരുട്ടു പരിപാടിയാണ്. അതിൻ്റെ K വെർഷനാണോ ഇപ്പോൾ പദ്ധതിയിടുന്നത്? റോഡുകളും സ്വകാര്യവൽക്കരിക്കുമ്പോൾ അത് ഇടതുപക്ഷ നയങ്ങളുമായി ചേരുന്നതാണോ? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നമുക്കറിയാം, ഇപ്പോൾ ഈ കേരളത്തിൽ 1140 ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിലായി 67,437 കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ 20,000 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളും നടക്കുന്നു. മൊത്തത്തിൽ 87,437 കോടി രൂപയാണ് കിഫ്ബിയുടെ പദ്ധതികളിലൂടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കും. ഇങ്ങനെ നിരവധി എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ നടന്ന് മുന്നേറുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ദേശീയപാത വികസനം UDFന്റെ കാലത്ത് ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് പൂട്ടും താക്കോലുമായി ദേശീയപാത അതോറിറ്റി തിരിച്ചു പോയതാണ്. 2016 പിണറായി വിജയൻ സർക്കാർ വന്നപ്പോഴാണ് ഡൽഹിയിൽ പോയി അതിന്റെ ചർച്ച പുരോഗമിച്ച് ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു വന്ന് ആ പൂട്ടും താക്കോലൊക്കെ ആയിട്ട് തിരിച്ചു വന്ന് ഓഫീസുകൾ തുറന്ന് ഭൂമി ഏറ്റെടുക്കൽ നടത്തിയപ്പോൾ 25% പണം, അതായത് ഏകദേശം 6,000 കോടി രൂപ കേരളത്തിന്റെ കിഫ്ബിയുടെ പണം എടുത്തിട്ടാണ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചത്. കേരളത്തിന്റെ 6,000 കോടി രൂപ ചെലവഴിച്ച് ഭൂമി ഏറ്റെടുത്ത് ദേശീയപാത പണി പൂർത്തീകരിക്കുമ്പോഴും അതിലും ടോള് പിരിക്കാനുള്ള അവകാശം കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്. അതിനെതിരെ സമരം ചെയ്യുന്നവരാണ് ശ്രീ അഡ്വക്കേറ്റ് K. അരുൺകുമാർ, താങ്കളും താങ്കളുടെ പാർട്ടിയും. അപ്പോൾ അതേ മോഡൽ തന്നെ കേരളത്തിൽ നടപ്പിലാക്കണമെന്നാണ്. ഇവൻ ശരിയല്ല. അല്ല, അതേ മോഡൽ എന്നെല്ലാം നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. അതേ മോഡൽ അല്ല, അത് പറഞ്ഞു വരട്ടെ. കാരണം ഈ കിഫ്ബിയുടെ അന്ത്യത്തിന് വേണ്ടി നിരവധി ചർച്ചകൾ നടത്തിയ ചാനലും അതിൽ ആ ചർച്ചയുടെ ഭാഗമായി ഉൾപ്പെട്ട ആളുകളടക്കം ഈ ചർച്ചയിലുണ്ടല്ലോ. ചർച്ചയുടെ ഭാഗമായിട്ട് അന്ന് തോമസ് ഐസക് ഉയർത്തിയ പല ആശയങ്ങളിലെയും ബുദ്ധിരാഹിത്യം ഏഷ്യാനെറ്റ് ന്യൂസ് കൃത്യമായി ഉയർത്തിയിട്ടുണ്ട്. അതൊക്കെ ശരിവെക്കുന്ന വാർത്തകൾ തന്നെയാണ്. പല വിഷയങ്ങളിലും ഉയർത്തിയിട്ടുണ്ട്. CAG വിഷയം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ മോട്ടോർ വാഹന സെസ്സും ഇന്ധന സെസ്സും മാത്രം കൊണ്ട് പണം തിരിച്ചടയ്ക്കാമെന്ന മോഡലിനെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. അത് പ്രായോഗികമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പ്രായോഗികമല്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ശ്രീ അരുൺകുമാർ ഇപ്പോൾ ധനവകുപ്പിൽ ആലോചനയുള്ള ഈ ടോൾ പിരിവും മറ്റ് നടപടികളാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ആ വീഴ്ചകൾ നിങ്ങൾ ഉയർത്തിയതൊന്നും നിലനിൽക്കുന്നതല്ലെന്ന് തെളിയിക്കുന്ന ഇടപെടലാണ് കേരളത്തിന്റെ അടിസ്ഥാന വികസന രംഗത്ത്, പ്രത്യേകിച്ച് പശ്ചാത്തല വികസന രംഗത്ത് സമാനതകളില്ലാത്ത മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ഈ കിഫ്ബിയും അതുപോലെ കേരള ഗവൺമെന്റും മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ വികസന പദ്ധതികളെല്ലാം കിഫ്ബി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ കേരളത്തിൽ നടക്കുമായിരുന്നില്ല. സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം കേരളത്തിൽ LDF സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനുള്ള വലിയ ഇടപെടലാണ് കേന്ദ്ര ഗവൺമെന്റും പ്രതിപക്ഷവും, പ്രത്യേകിച്ച് കോൺഗ്രസും പ്രതിപക്ഷ നേതാവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ കുറെ ചർച്ചകൾ ഉയർന്നു വന്നല്ലോ, അതെല്ലാം പൊളിഞ്ഞു പാളീസായി. ഈ കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ തകർക്കാൻ വേണ്ടി മാത്രമേ ഈ ചർച്ച ഉപകരിക്കൂ. വാഹനവുമായി റോഡിൽ ഇറങ്ങുന്ന ഒരു സാധാരണക്കാരന്റെ ചോദ്യം ആയി തന്നെ ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ചരക്കുമായി പോകുന്ന വാഹനമാണെങ്കിൽ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നിശ്ചിത ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ ഈ കിഫ്ബി മോഡൽ പ്രകാരം എൻ്റെ കയ്യിൽ നിന്നും പണം പോകുമോ ഇല്ലേ? അതാണ് എൻ്റെ അടിസ്ഥാനപരമായ ചോദ്യം. ഇവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, 50,000 കോടി രൂപ മുടക്കി പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഭാഗമായി കിഫ്ബി പണിയുന്ന റോഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് 50 വർഷം കൊണ്ട് അതിന് മുടക്കിയ ഇൻകം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാശയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമുണ്ട്. ദേശീയപാതയിൽ ഈ പിരിവ് നടത്തുന്നത് തന്നെ കൊള്ളയാണ് എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. പിടിച്ചുപറിയാണ്. കാര്യം ഡീസൽ അടിക്കുമ്പോൾ 18 രൂപ ഞാൻ കൊടുക്കുന്നത് നികുതിയാണ്. ആ നികുതി വെച്ചാണ് ദേശീയപാത പണിയേണ്ടത്. വാഹനം വാങ്ങുമ്പോൾ അടക്കം നികുതി കൊടുക്കുന്നുണ്ട്.
പെട്രോൾ അടിക്കുമ്പോൾ ഡീസൽ അടിക്കുമ്പോൾ നികുതി കൊടുക്കുന്നുണ്ട്. ആ പണത്തിനാണ് എനിക്ക് റോഡ് പണി തരേണ്ടത്, എന്റെ നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ റോഡ് പണി തരേണ്ടത്. അടിസ്ഥാനപരമായി സാധാരണക്കാരൻ എന്താണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ? അവൻ ദേശീയപാതയിലേക്ക് വാഹനമായി പോയാലും പണം കൊടുക്കണം, സംസ്ഥാന പാതയിലേക്ക് വാഹനമായി പോയാലും പണം കൊടുക്കണം. രണ്ടും ഒന്ന് തന്നെയല്ലേ? പണം പോകുന്നത് ജനങ്ങളുടെ അല്ലേ? മാസം തുടങ്ങുമ്പോഴത്തേക്കും ബജറ്റ് നീക്കി വെക്കുമ്പോൾ ഒരു 2000 രൂപ ഫാസ്ടാഗിലും കൂടെ ചാർജ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയല്ലേ ഇനി വരാൻ പോകുന്നത്? ദേശീയപാതയിൽ അതിലൂടെ യാത്ര ചെയ്താൽ തന്നെ പണം കൊടുക്കണം. ഇത് സംസ്ഥാന പാതയിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള 50 കോടിയിലധികം മുതൽ മുടക്കുന്ന കിഫ്ബിയുടെ റോഡുകളിൽ ആദ്യത്തെ 15 കിലോമീറ്റർ ഫ്രീ ആണ്. കിഫ്ബിയിലെ ഇൻകം എന്ന് തോമസ് ഐസക് 2 വർഷം 3 വർഷം മുമ്പ് വരെ പറഞ്ഞ എന്താണ്? ഇത്ര രൂപ ഞങ്ങൾ കടം വാങ്ങിയിട്ടുണ്ട്, 2030 ഈ പണം തിരിച്ചടക്കേണ്ടി വരും. അപ്പോഴേക്കും മോട്ടോർ വാഹന നികുതിയിൽ നിന്ന് വന്ന പണവും ഇന്ധന സെസ്സിൽ ചുമത്തപ്പെട്ട പണവും വന്നു കഴിഞ്ഞാൽ തിരിച്ചടവ് സാധ്യമാകുമെന്ന് പറഞ്ഞ ആളല്ലേ തോമസ് ഐസക്? അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ശ്രീ തോമസ് ഐസക് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ ഒരു പിരിവുണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയ ആളാണ് ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹം പറഞ്ഞതാണ് ഈ പണം വേണ്ട, ഞങ്ങൾക്ക് 2 സ്രോതസ്സുകൾ കൂടെ പണം വരും. ഒന്ന്, നമ്മൾ വാഹനം വാങ്ങുമ്പോൾ അടയ്ക്കുന്ന നികുതിയിൽ നിന്നും പണം വരും. മറ്റൊന്ന്, നമ്മൾ ഇന്ധനം അടിക്കുമ്പോൾ വരുന്ന ഒരു നിശ്ചിത തുക വരും. ഈ തുക കൊണ്ട് സുഭിക്ഷം തിരിച്ചടവ് സാധ്യമാകുമെന്ന് പറഞ്ഞ ആളാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഒന്നുകൂടി അധികമായി തിരികെ കയറ്റുന്നത് ജനങ്ങളിൽ നിന്നുമുള്ള പണം, ടോള്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ യൂസർ ഫീ. അല്ല, ഇതാണ് ഈ ഏഷ്യാനെറ്റിന്റെ ഒരു കുഴപ്പം. ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് സഹിഷ്ണുതയില്ല. താങ്കൾക്ക് കഴിഞ്ഞ 15 മിനിറ്റായി താങ്കളോട് മാത്രമാണ് ചോദ്യം. ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് താങ്കൾ പറഞ്ഞതിൽ ചില ചോദിക്കണ്ടേ? അത് ചോദിക്കുമ്പോൾ മറുപടി പറയാനുള്ള സമയം താങ്കൾക്ക് തരുന്നുണ്ട്. അപ്പോഴും താങ്കൾ അതിനകത്ത് ഒരു പ്രശ്നം പറയുമ്പോൾ അത് ഞാൻ ചൂണ്ടിക്കാട്ടണ്ടേ? അല്ലെങ്കിൽ ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഒറ്റ കാര്യം, തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. അന്ന് കിഫ്ബി ഏറ്റവും നന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. അന്ന് കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഈ ഇടപെടലില്ല. കേന്ദ്രത്തിന്റെ ഇടപെടൽ എന്താ? കിഫ്ബിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം മുന്നോട്ട് വെച്ച് ഒരു വിജ്ഞാന സമൂഹത്തെ സൃഷ്ടിക്കാൻ, വികസിത പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ലോകത്തിന് മാതൃകയായി കേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ജോസഫ് സി മാത്യു, കേന്ദ്രമായാലും സംസ്ഥാന സർക്കാരുകളായാലും നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് പോലും അവർക്ക് ഫീസ് കൊടുക്കേണ്ട അവസ്ഥയാണോ? ആശുപത്രിയിൽ പോയാൽ ഫീസ്, ഇനിയിപ്പോൾ റോഡിലിറങ്ങിയാൽ, ഇനിയിപ്പോൾ ചെറിയ റോഡിലിറങ്ങിയാലും വലിയ റോഡിലിറങ്ങിയാലും പണം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ് കാര്യം. കിഫ്ബിയെ കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇത് ഇടതുപക്ഷ ബദൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ കിഫ്ബി എന്ന് പറയുന്ന ഒരു സാധനമില്ല, വെറുതെ ഒരു പേരിട്ട് വിളിച്ചതാണ്. അത് ഇവിടെ ശ്രീ അരുൺകുമാർ ചോദിച്ചു, കിഫ്ബി ഇല്ലെങ്കിൽ ഈ വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹം പറഞ്ഞ കുറേ ലിസ്റ്റുണ്ട്, അതൊന്നുമില്ല. കിഫ്ബി ഇല്ലെങ്കിൽ കേരളത്തിനില്ല എന്നാണ് പറഞ്ഞത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. അതിനു മുൻപും ഈ പദ്ധതികൾ ഇവിടെ സ്കൂളുകളും ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും എല്ലാം വന്നത് ഇവിടുത്തെ നമ്മുടെ സർക്കാരിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് തന്നെയാണ്. ഇപ്പോൾ അതിന് കിഫ്ബി വഴി വന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ തുക വന്നത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നുള്ള തുകയാണ്, അല്ലാതെ ഒരു പൈസ പോലും വന്നില്ല. അപ്പോൾ പിന്നെ കിഫ്ബി ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല, പറയട നാട്ടുകാരോട്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ നിന്ന് കൊടുക്കുന്നതും പെട്രോളിയം സെസ്സിൽ നിന്ന് കൊടുക്കുന്നതുമായിട്ടുള്ള തുക കൊണ്ട് കിഫ്ബി അത് അടച്ചു തീർത്തുകൊള്ളും, അതിനെക്കുറിച്ച് നമ്മൾ നോക്കേണ്ടതില്ല എന്നാണ് ആവർത്തിച്ച് ശ്രീ തോമസ് ഐസക്കും കിഫ്ബിയുടെ മുന്നിൽ നിൽക്കുന്നവരെല്ലാം കേരളത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഇവിടുത്തെ സാമ്പത്തിക പരാധീനതയുടെ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്രത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ മേലിൽ കുതിര കയറുകയാണ്. ശമ്പളം കൊടുക്കാതിരിക്കുക, പെൻഷൻ കൊടുക്കാതിരിക്കുക, ടോൾ ഏർപ്പെടുത്തുക, അങ്ങനെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുക, എല്ലാ കെടുകാര്യസ്ഥതയ്ക്കും കേന്ദ്രം തന്നില്ല, വയനാട് തന്നില്ല, കുറെ നറേറ്റീവ്സ്, കുറെ കഥകൾ പറയുകയാണ്. ഇവിടുന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നാഷണൽ ഹൈവേ പൂട്ടിക്കെട്ടി ഡൽഹിക്ക് പോയി പിണറായി വിജയൻ പോയി വിളിച്ചോണ്ട് വന്നു. അതുപോലെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ലൈൻ വരാൻ നേരം ഇട്ടിട്ട് പോയി അവിടുന്ന് കൂടംകുളത്തു നിന്നുള്ള ലൈൻ പോയിട്ട് കൊണ്ടുവന്നു. ഇതെല്ലാം കള്ളക്കഥകളാണ്.
എന്താ ഉറക്കം വരുന്നു. ഇവിടെ വയനാട്ടിലെ കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തത് 700 കോടി രൂപ. അതെവിടെ? കേന്ദ്രം തന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിലെ ജനങ്ങൾ തന്നത് 700 കോടി രൂപ. അവിടുത്തെ കൺസൾട്ടൻസി കിഫ്കോൺ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ? അതായത് കേന്ദ്ര സർക്കാർ വയനാടിന് തരേണ്ട സഹായം തന്നിട്ടില്ല, അത് തെറ്റാണ്. പക്ഷെ സംസ്ഥാനത്തെ ജനങ്ങൾ 700 കോടി രൂപ തന്നല്ലോ. എന്തുകൊണ്ട് അവരുടെ വാടക കൊടുത്തില്ല? നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയ പ്രോജക്ട് റിപ്പോർട്ടിനുള്ള പൈസ കയ്യിലുണ്ടല്ലോ, എന്തുകൊണ്ടത് സമയബന്ധിതമായി ചെയ്യുന്നില്ല? എണീറ്റ് വരണ്ടേയിരുന്നു. കെ എസ് ശബരിനാഥൻ, ഇപ്പോൾ കോടതിയിൽ കേസ് നടക്കുകയാണ്, കടമെടുപ്പിലടക്കം തർക്കങ്ങൾ നടക്കുകയാണ്. അപ്പോൾ കിഫ്ബിക്ക് സ്വാശ്രയത്വമുണ്ടോ എന്നതാണ് വരുന്ന ചോദ്യം. അനൂപ്, ആദ്യമായി എനിക്കൊന്ന് റെട്രോസ്പെക്റ്റീവായിട്ട് അഡ്വക്കേറ്റ് അരുൺകുമാറിനെ ഒന്ന് അഭിനന്ദിക്കാനുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 2016 ശേഷമാണ് ഈ നാട്ടിൽ സ്കൂളും കോളേജും ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇവിടെ പഠിച്ചൊരു വക്കീലായി നന്നായിട്ട് പ്രാക്ടീസിന് അദ്ദേഹത്തെ റെട്രോസ്പെക്റ്റീവായിട്ട് ഞാൻ ആദ്യമേ ഒന്ന് അഭിനന്ദിക്കുകയാണ്. ഇപ്പം അനൂപ് തന്നെ തിരുവനന്തപുരത്തുകാരനാണല്ലോ. എത്രയോ പദ്ധതികൾ ഞാൻ ഉദാഹരണം പറയാം, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ജഗതി DPI റോഡ് 10 കോടി രൂപ, ഉള്ളൂർ ഫ്ലൈ ഓവർ, പേരൂർക്കട ഫ്ലൈ ഓവർ 93 കോടി 90 കോടി, മണക്കാട് ആറ്റുകാൽ റോഡ് 52 കോടി, തിരുവനന്തപുരം നെയ്യാർ ഡാം റോഡ് 60 കോടി രൂപ. ഈ പദ്ധതികളൊന്നും തുടങ്ങിയിട്ടില്ല. ഒരു കല്ല് വെക്കുവാനോ അവിടെ കൊണ്ടുവന്ന് സർവേ ചെയ്യാനോ പറ്റിയിട്ടില്ല. കിഫ്ബി കാരണം ഗുണം കിട്ടിയ 3 കൂട്ടം വ്യക്തികളുണ്ട്. അത് പറഞ്ഞ് ഞാൻ നിർത്താം. ഒന്ന്, ഈ കിഫ്ബി കാരണം ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകളുടെ ആനുകൂല്യം കിട്ടിയിട്ടുള്ള ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ. രണ്ടാമത്, ഈ പറഞ്ഞ വർക്കുകളുടെ 50% വർക്ക് ചെയ്തിട്ടുള്ള CPI-യുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി. മൂന്നാമത്, ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് കേരളത്തിൻ്റെ എക്സ്ട്രാ ജുഡീഷ്യറി ഫിനാൻസ് മിനിസ്റ്ററായി വർക്ക് ചെയ്യുന്ന കിഫ്ബിയുടെ ഉന്നത പോസ്റ്റ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ. അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് വർഷമേഴായി. ഇവിടെ പാവപ്പെട്ട KSRTC-കാരൊന്നും ശമ്പളമില്ലാതെ ഇരിക്കുമ്പോൾ അദ്ദേഹം മാസം വാങ്ങുന്ന ശമ്പളം 4 ലക്ഷം രൂപയാണ്. ഇതിന് പറ്റിയ പേര് പോക്കർത്തരം. ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രി ഇത്തരം ചുങ്കത്തരങ്ങളിലൂടെ നയവങ്കത്തരങ്ങൾ കാട്ടരുത്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.